ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പോണത് ഷാജിദ ഷാജിയുടെ കാര്യം. ഷാജിദ ഷാജി 5 മക്കളെ പോറ്റാൻ കഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഷാജിദ ഷാജി ഒരുപാട് ലൈവുകളിലും ഇങ്ങനെയൊക്കെ ഇരുന്നും കൊണ്ട് തള്ളിമറിക്കണതൊക്കെ കേട്ടു. കുടുംബ വീട്ടിലായിരുന്നു, അവിടെ നിന്നൊക്കെ നാട് വിട്ടു, നാട്ടുകാർ തല്ലി ഓടിച്ചെന്നൊക്കെയാണ് പറയണത്. നമുക്ക് അറിഞ്ഞുകൂടാ. ഉമ്മ അവിടെ ഉണ്ടായിരുന്നു, ഉമ്മായുമായിട്ടൊക്കെ പ്രശ്നങ്ങളൊക്കെ ആയി, ഉമ്മായും പോയി. എവിടെയാണെന്ന് ഒരറിവും ഇല്ല. മടവാൾ എടുത്ത് ഉമ്മായ വെട്ടാനായിട്ട് മടവാളെടുക്കണ മോള്, ഉമ്മ മടവാൾ എടുത്ത് നിന്ന് ഇങ്ങനെ ഉമ്മ വിഷമം കൊണ്ടാണ് അവർ നിന്ന് സങ്കടപ്പെട്ടൊക്കെ അവർ തുള്ളുന്ന വീഡിയോ ഇവളെല്ലാം അങ്ങ് കണ്ടൻ്റാക്കി ഇടുകയാണ്. ഫുള്ള് ഷാജിദ ഷാജിക്ക് എന്ത് കിട്ടിയാലും കണ്ടൻറ്റ്. ഉമ്മാരെ ആയിരുന്നാലും ബന്ധുക്കാരെ ആയിരുന്നാലും എല്ലാം എടുത്ത് യൂട്യൂബിലിട്ട് അവളെ ചാനലിലൂടെ അവൾ റീച്ച് ഉണ്ടാക്കുന്നു. ആ പ്രശ്നങ്ങൾ എന്തോന്ന് ചെയ്യും? ബാക്കിയുള്ള യൂട്യൂബർമാർ എന്തായാലും അവർ കണ്ടുകൊണ്ടിരിക്കൂല. ആ തള്ളയൊക്കെ പറയണ വാക്ക് കേട്ട അവള് എടി പോടി എന്നൊക്കെ ഉള്ള വാക്കുകൾ കേട്ടുകൊണ്ട് അങ്ങനെയൊക്കെയാണ് ഉമ്മായ അധിക്ഷേപിച്ചൊക്കെ ഉള്ള വാക്കുകളൊക്കെ പറയണത്. അപ്പം അത് കണ്ട് ആരും മിണ്ടാതിരിക്കൂല, അതിന് പ്രതികരിക്കും. ഓരോരുത്തരും ഇങ്ങനെ പ്രതികരിച്ച് തുടങ്ങുമ്പോൾ ഷാജിദ ഷാജിക്ക് ഭയങ്കര ഒരു നൊമ്പരമാണ്. അത് ഷാജിദ ഷാജിയെ വിറ്റ് തിന്നുന്നു, തീട്ടം തിന്നുന്നു, ഷാജിദ ഷാജിയുടെ തീട്ടം പിടിക്കാൻ നിൽക്കുന്നു. എനിക്കൊന്നും അറിയണ്ട എന്തൊക്കെയാണ് ഈ പെൺകുട്ടി വന്നിരുന്ന് പറയണ. നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്യ്, നീ അതിനെക്കുറിച്ച് അങ്ങ് നിർത്തി വെയ്. ആ കണ്ടൻറ്റ് അത് അങ്ങനെ പറയണത് അങ്ങ് നിർത്തി വെച്ചിട്ട് നിനക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട്, ബിസിനസ് പരമായ കാര്യങ്ങളുണ്ട്, പ്രമോഷൻ വീഡിയോയ്ക്ക് പോകുന്നുണ്ട്, അല്ലെങ്കിൽ നീ ടൂറ് പോകുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിനക്ക് കണ്ടൻറ് ഉണ്ടല്ലോ. പിന്നെ എന്തിനാണ് ആ പാവം ഉമ്മ ശരിയാണ്, നീ അവിടെ പ്രശ്നങ്ങളുണ്ടാക്കി ഉമ്മായ അടിച്ചോട്ടിച്ചു, നീ 2 വർഷം ചിലവിന് ഉമ്മാക്ക് എന്തോ ചിലവിന് അങ്ങാണ്ടേക്ക് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ഉമ്മായ 2 വർഷം വരെ നോക്കി, പിന്നെന്തോ ഉമ്മ 2.5 ലക്ഷം രൂപ എങ്ങാണ്ട് തരാനുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് പിന്നെ അന്ന് ചന്ദനമരം മുറിച്ചത് എന്നൊക്കെയാണ് പറയണത്. അത് അവരെ പാടായി പോട്ടെ. മകപ്പം എന്ത് ചിന്തനത്തടിയ യൂട്യൂബർമാരെ എടുത്ത് വെച്ച് ഇങ്ങനെ ഓരോ വീഡിയോസുകൾ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഷാജിദ വന്നിരുന്നും കൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ ഇരുന്നങ്ങ് തള്ളണ എന്തോന്നാണ്, ചിലപ്പം നല്ലതുപോലെ സലാം പറഞ്ഞ് ആളുകളൊക്കെ കയറും. ലൈവിൽ ആളുകൾ 10,000-4,000 പേര് പെട്ടെന്ന് തന്നെ അങ്ങ് ഇടിച്ച് കയറി വരികയാണ് ചെയ്യണം. എന്തിനാണ് ഈ ആളുകൾ അത്രയും വരണത്? ഷാജിദ ഷാജി ഫുള്ള് വിളിക്കണ ചീത്തയാണ്. അപ്പം ഈ ചീത്ത കേൾക്കാനും ആളുകളെ ആക്ഷേപിച്ചുള്ള വാക്കുകളാണ് പറയണത്. കുടുംബക്കാരെ, അവളെ വീട്ടിലുള്ളവരെ കാര്യം, അനിയത്തിമാരെ ആയിരുന്നാലും ഉമ്മായ ആയിരുന്നാലും അതുപോലെ അപ്പുറത്തെ സ്വന്തം മാമാരെ ഭാര്യ ആയിരുന്നാലും എനിക്ക് ഒന്നും അറിയണ്ട, പറയാതിരിക്കണ്ട. മാമാരെ മക്കളെക്കുറിച്ചും കുഞ്ഞുമാരെ മക്കളെക്കുറിച്ചും ഭർത്താവിൻ്റെ ആൾക്കാരെക്കുറിച്ച് മൊത്തം ഇതിങ്ങനെ തന്നെയാണ് പറയണത്. ഒരാളിനെയൊന്നും പറഞ്ഞ് നിർത്തൂല. ഇത് ഫുള്ള് ഈ ഷാജിദ ഷാജിക്ക് ഇതേ പറയാനുള്ളൂ. ഈ ഷാജിദ ഷാജി ഇങ്ങനെ ഇരുന്ന് പറയാതെ ഇരുന്നെങ്കിൽ ഇതാരെങ്കിലും കണ്ടന്റ് എടുക്കുമോ? ഷാജിദ ഷാജിയുടെ കാര്യം നോക്കി പോണ്. അല്ലെങ്കിൽ അഥവാ ആരെങ്കിലും വല്ലതാ പറയണമെങ്കിൽ അത് മൈൻഡ് ചെയ്യാതെ അങ്ങ് പോണം. ഇത് ഇരുന്ന് ആരെങ്കിലും എവളെ വായിന്ന് വീഴുന്നത് കൊണ്ടാണ് അതെടുത്തിട്ട് വീഡിയോ ചെയ്യണത്. അപ്പോൾ വീഡിയോ ചെയ്യുമ്പം വീണ്ടും വന്നിരുന്നിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് അവൻ അത് ചെയ്ത് ഇത് ചെയ്തെന്നും പറഞ്ഞൊക്കെ പറയുന്നുണ്ട്. ഇന്നലെ ഒരു ലൈവ് ഞാൻ കാണാനിടയായി. ഇന്നലെ ആ ലൈവിൽ അതിന് മുമ്പ് ഒരു ദിവസം ലൈവ് ചെയ്ത് അത് നല്ല കുട്ടിയായിട്ട് ബാക്കിയുള്ളവരെ നന്നാക്കുന്നതായിട്ടുള്ള ലൈവ്. അതെന്തോന്നിനായിരുന്നത്? അത് വ്യൂസിനെ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അത് അന്ന് അങ്ങനെ ചെയ്തത്. ഇടയ്ക്ക് ചീത്ത വിളിക്കണം, പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ല സമാധാനത്തിൽ പറയണം. അപ്പോഴാളുകൾ പറയും ഷാജിദ നല്ല മോളായി, ഷാജിദ നല്ല മോള്, അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ ഷാജിദ നല്ല മോളായി, പടച്ചോനെ ഷാജിദായ മക്കളെയും കാക്കണേ എന്നും പറഞ്ഞും കൊണ്ട് ആളുകൾ വന്ന് അതിൽ കമൻ്റ് ഇട്ട് അതങ്ങ് പോയി കഴിയുമ്പോഴത്തേക്ക് പിന്നീട് അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോവും. പിന്നെ പ്രമോഷൻ വീഡിയോ എന്നും പറഞ്ഞൊക്കെ പോയിട്ട് വരുമ്പോഴെന്തോ ചെയ്യും,
വീണ്ടും വന്നിരുന്ന് ലൈവ് ചെയ്യും. വീണ്ടും വന്നിരുന്ന് ഡാ മർച്ചോനെ നീ അങ്ങനെ പറഞ്ഞില്ലടാ എന്നും പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങും. ഇതാണ് ആളുകൾ എടുത്തു വെച്ച് ചെയ്യണം. റിയാക്ട് ചെയ്യണതിൻ്റെ കാര്യം ഇതാണ്. അല്ലെങ്കിൽ നീ ശരിയാണ് നല്ലതുപോലെ ആയി പറഞ്ഞിട്ട് അങ്ങ് പോയതിന് ശേഷം വീണ്ടും വന്നിരുന്നിട്ട് പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കിയിടേണ്ട ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് ഈ ആളുകൾ മണ്ടേ കയറണത്. അത് വായിൽ ഇരുന്ന് പറയണ കേട്ടാൽ ശ്വാസം പോലും മുകളിലോട്ട് വലിക്കേ ഒന്ന് ചെയ്ത് ശ്വാസം പോലും വിടാതെ ഒറ്റ ശ്വാസത്തിൽ അങ്ങ് പറഞ്ഞ് തീർക്കുകയാണ്. ഒരു ശ്വാസത്തിൽ ഒരു 10 പേരുടെ കാര്യമെങ്കിലും പറയും. അത് പറയണത് അങ്ങേ അറ്റത്തെ വാക്കുകൾ. പിന്നെ ഒരാളിൻ്റെ കാര്യം പറയണമെങ്കിൽ അവരെ വീട്ടിലുള്ളവരെ ഭാര്യയെയും അതുപോലെ അവരെ മക്കളതായിരുന്നാലും ഉമ്മായായിരുന്നാലും വാപ്പായായിരുന്നാലും ഇങ്ങനെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ ഇങ്ങനെ തന്നെ കാര്യങ്ങൾ. അപ്പം ഈ ലൈവിൽ ഇന്നലെ വന്നിരുന്ന് പറയുന്ന ലൈവാണ്. അതൊന്ന് കാണാം. രാപ്പകലിൽ പാട്ട് തൊട്ട് തുടങ്ങി. പിന്നെ ഓൺലൈൻ ബിസിനസ് ആണ്, ഓൺലൈൻ ഷോപ്പാണ്. അതിൻ്റെ കൂടെ നമ്മുടെ ക്രീം ഉണ്ടാവും, ഡ്രസ്സ് ഉണ്ടാവും, ലേഡീസ്, ജെൻസ്, കിഡ്സ് എല്ലാവരുടെ ഐറ്റംസ് ഉണ്ട്. വേണ്ട ആൾക്കാരൊക്കെ പറയാൻ ഞാൻ അയച്ചു തരും സാധനം. അതല്ലാണ്ട് വേറെ എന്താ, ഈ ലൈവ് റെക്കോർഡിംഗ് ആണ്, സൈബർ സെല്ലിൽ കൊടുക്കാനുള്ളതാണ് കേട്ടോ. ഇത് സൈബർ സെല്ലിൽ കൊടുക്കാനുള്ളതാണ്. ഇതിൽ വരണ അത്രയും വൃത്തികെട്ട സംഭവങ്ങള് കമന്റ് വരുന്നവരുടെയൊക്കെ പേര്, ലിസ്റ്റ്, കാര്യങ്ങളൊക്കെ എടുക്കും. എന്ത് ഫേക്ക് ഐ ഡി എന്ന് വന്നാലും ഞാൻ എടുത്തിട്ട് ഞാൻ സൈബർ സെല്ലിൽ കൊടുക്കും കൊടുക്കും. വന്നിരുന്ന് ബിസിനസ്സിൻ്റെ കാര്യം ആദ്യം പറഞ്ഞു. ബിസിനസ്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞതിന് ശേഷം ഇതാണെന്നൊക്കെ പറഞ്ഞ് ചക്കേണ് മാങ്ങേണ് തേങ്ങേണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി എന്തോന്ന് ചെയ്ത് പറയാണ്, ഏത് ലൈവ് റെക്കോർഡാണ്. ഈ ലൈവിൽ എന്ത് കമൻ്റ് ഇട്ടിരുന്നാലും ഞാനെടുത്ത് സൈബർ സെല്ലിൽ കൊടുക്കും. അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ പെൺകുട്ടി ലൈവിൽ ഇരുന്നും കൊണ്ട് ആക്ഷേപങ്ങൾ വിളിക്കുന്നത് കൊണ്ടാണല്ലോ ആളുകൾ അങ്ങനെയുള്ള കമൻ്റ് ഇടണം. ഇപ്പം നല്ലതുപോലെ വന്നിരുന്നിട്ട് കാര്യം പറഞ്ഞിട്ട് പോയ ആരും ഒന്ന് വേറൊരു നെഗറ്റീവ് കമൻറ്റേ വരൂല. ഷാജിക്ക് ഷെബീന ബീവിയുടെ അടുത്ത് ഗൈസിൻ്റെ അടുത്താണ് ദേഷ്യം അരച്ചു കയറുന്നത്. തെറിത്താത്ത ഞാൻ ചോദിക്കട്ടെ, ഈ ഷാജിക്ക് ഇരുന്ന് തെറിത്താത്ത ഇതെന്തേലും അർത്ഥത്തിലാണ് ഈ തെറിത്താത്ത എന്ന് വിളിക്കണത്? നമുക്ക് അതൊന്ന് കാണാം. തെറിത്താത്താനെ ഇട്ട് കൊടുത്തതാണ്, നല്ല 8ന്റെ പണി കൊടുത്തതാണ്. എന്നിട്ട് അവളുടെ കാമുകനൊക്കെ ഇട്ട് ഓട്ടിച്ച് അടിച്ചതാണ്. എന്നിട്ട് അവള് പഠിച്ചിട്ടില്ല തെറിത്താത്ത. അവൾക്ക് ദുബായിൽ അപ്പം വെക്കലായിരുന്നു പണി. ഇപ്പൊ നാട്ടിലെ അപ്പം വെച്ചിട്ട് അതെനിക്ക് പറയാൻ വയ്യ കേട്ടോ. ഇത്ര അറ്റത്തോളം ഇരുന്ന് ഷെബീനായെ ആക്ഷേപിക്കണതാണ്. ദുബായിൽ വിപ്പായിരുന്നു ജോലി. അത് എനിക്ക് പറയാൻ അത്തിരി ബുദ്ധിമുട്ടുണ്ട്. അത് ഞാൻ പറയുന്നില്ല. അത് പറയാത്ത നമ്മളെ ഒരിത്. അവളുടെ എല്ലാ ചരിത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ കൈസിന്റെ എല്ലാ ചരിത്രം എനിക്ക് കിട്ടിയിട്ടുണ്ട്. മോനെ, നീ നോക്കി വെച്ച മോനെ, നിന്റെ കുടുംബം ഞാൻ കൊള്ളുന്നുണ്ട്. നിന്റെ കുടുംബല്ലേ, നീ ഞങ്ങളുടെ കുടുംബത്തിൽ കയറി കളിച്ചാ നിന്റെ കുടുംബത്തിൽ കയറി കളിക്കാൻ എനിക്കറിയാം. ഓക്കെ, അതിനുള്ള പണിയൊക്കെ ഷാജി നടന്നുകൊണ്ടിരിക്കണേ. ഞാൻ ഒതുങ്ങിയിരുന്നോന്ന് നീ ഒരിക്കലും വിചാരിക്കണ്ട കൈസേ. നീ എന്റെ വീട്ടിൽ കാണുന്നുണ്ടാവുമല്ലോ. നീ കാസർഗോഡല്ല, കണ്ണൂരല്ല, നീ ഈ ഭൂലോകത്ത് എവിടെയാണെങ്കിലും നിന്നെ പൊക്കാനുള്ള പൂട്ടാനുള്ള വഴിയൊക്കെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. നീ എന്റെ കുടുംബത്തിൽ കയറി കളിക്കണ, നിന്റെ കുടുംബത്തിൽ ഞാൻ കയറി കളിക്കാടാ. നിനക്കും ഉണ്ടല്ലോ അമ്മയും പെങ്ങന്മാരും ബാക്കിയുള്ളതും മറ്റോരും. കേസ് അവളെ കുടുംബത്തിൽ കയറി കളിച്ചെന്നു, ഷാജിദാരെ കുടുംബത്തിൽ കയറി കളിച്ച്, അതുകൊണ്ട് കേസിന്റെ കുടുംബത്തിൽ കയറി കളിക്കാൻ പോവുകയാണ് ഷാജിദ. കല്യാണം കഴിഞ്ഞ പുതുദമ്പതികളാണ്. പുതുദമ്പതികൾക്കുള്ളതൊക്കെ നമുക്ക് കൊടുക്കണ്ടേ? നീ വിചാരിച്ചു ഞാൻ എന്റെ വീഡിയോ അങ്ങോട്ട് കഴിഞ്ഞു പറഞ്ഞ നീ ഇതിന് നാളെ വേറെ കണ്ടന്റ് ആക്കിട്ട് വരും. നീ തീട്ടം ആയതുകൊണ്ട് നീ ഇത് വേറെ കണ്ടന്റ് ആക്കി. കാരണം നിനക്ക് ഷാജി പറയുമ്പോഴേക്ക് 2 ലക്ഷം 3 ലക്ഷം 4 ലക്ഷം നിന്റെ അക്കൗണ്ടിൽ ഡോളർ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. ഡോളറുടെ പൈസ നിന്റെ അക്കൗണ്ടിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നീ ഞങ്ങളുടെ പല തരത്തിലും പറഞ്ഞു. പക്ഷേ നിന്നെ ഒതുക്കാനുള്ള വഴി ഞാൻ ഒതുക്കി വച്ചിട്ടുണ്ട്. എല്ലാ സംഭവങ്ങളും എന്റെ കയ്യിൽ എത്തട്ടെ, മുഴുവനായിട്ട് ഇങ്ങോട്ട് എത്തട്ടെ പറഞ്ഞിട്ട് ഷാജി വെയിറ്റിംഗിലാണ്. ഞാൻ ആലോചിച്ചോ, വെയിറ്റിംഗിലാണ് കേട്ടാ. നീ വിചാരിച്ച് ഞാൻ മറന്നു കാണുന്നു? മറക്കില്ലടാ മോനെ, മറക്കില്ല, ഒരിക്കലും മറക്കില്ല. നീ എനിക്കിട്ട് തന്ന പണിക്ക്
നീ എന്റെ കുടുംബത്തിൽ കയറിയിട്ടാണ് കളിച്ചത്. ഞങ്ങളെ ഉമ്മ, എന്റെ ഉമ്മ, എന്റെ അനിയത്തിമാര്, എന്റെ സഹോദരങ്ങള്, അത് ഞങ്ങൾ കുടുംബക്കാര് തമ്മിൽ പല പ്രശ്നമുണ്ടാവും. പലതും ഞാൻ പറയും, പല വീഡിയോസും ചേടും. നീ ആരാ അതിൽ കയറി കളിക്കാന്? ഓ, കേസ് ഷാജിദാരെ കുടുംബത്ത് കയറി കളിച്ചെന്നു. അത് കാര്യം എന്ന് പറഞ്ഞാൽ കേസിൻ്റെ അടുത്ത് ഷാജിദാരെ ഉമ്മ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഈ ഷാജിദ ഉമ്മായെക്കുറിച്ച് എവള് പോടി കള്ളി മറ്റതാണ് മറിച്ചതാണെന്നും പറഞ്ഞ് കുറേ കാര്യങ്ങൾ ഷാജിദ അത്രയ്ക്കങ്ങില്ല വായി തോന്നണ അത്രയും ആ ഒരു പെറ്റ ഉമ്മായ വിളിച്ചത് കൊണ്ട് കേസ് ഇതെന്താണ് കാര്യം തിരക്കണമല്ലോ എന്നറിയാൻ വേണ്ടിയിട്ട് ഷാജിദാര ഉമ്മായെ വിളിച്ചപ്പോൾ ആ ഉമ്മ എന്തോന്നിയത് അവരെ സങ്കടങ്ങൾ കുറേ പറഞ്ഞു. അതാണ് ഇപ്പം കേസിൻ്റെ അടുത്ത് വൈരാഗ്യമായിട്ട് ഇരിക്കണത്. അപ്പം കേസിൻ്റെ കുടുംബത്ത് കയറി കളിക്കുമെന്നു. നീ ആരാ അതിൽ കയറി കളിക്കാന്? നിനക്കുള്ള പണി ഞാൻ തരും. നീ എന്റെ കുടുംബത്തിലേന്നല്ല, നീ എല്ലാ പെൺകുട്ടികളുടെ കുടുംബത്തിലും കയറി കളിക്കണ്ടേ. എല്ലാ കുടുംബത്തിനും നീ വലിച്ചു വാറി കീറി ഒട്ടിക്കണ്ടേ. അതിനുള്ള പണി നിനക്ക് തരാണ്ടിരുന്ന പറ്റില്ലല്ലോ. നീ എല്ലാ പെണ്ണുങ്ങളുടെ അടുത്ത് കളിക്കണ പോലെ എന്റെ അടുത്ത് കളിക്കണ്ട നീട്ടാ. എല്ലാ പെണ്ണുങ്ങളെ പോലെ അല്ല ഞാൻ ഒന്ന് വെറൈറ്റിയാണ്. 100-ൽ 1 ഇത് കാണുള്ളൂ. അത് നീ ഓർത്ത് വെച്ച നീ ഓർത്ത് വെച്ചതാണ് നിനക്ക് നല്ലത്. വേറെ രീതിയിൽ പോയി എന്നൊക്കെ നീ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഞാനൊന്നും മറന്നിട്ടില്ലടാ. ഞാൻ മറക്കോ അങ്ങനെ? നീ എനിക്കിട്ട് തന്ന പണി ഞാൻ മറക്കോടാ മോനെ. കൈസേ, മിസ്റ്റർ കൈസേ, തീട്ടന്തീനി വിളിക്കണ കേട്ടാ. മിസ്റ്റർ കൈസേ തീട്ടം തിന്നി. ഇല്ല, സിന്താബ വിളിക്കാലോ. ഈ കുലോം സിന്താബാന്ന് വിളിക്കണൊക്കെ മിസ്റ്റർ കൈസേ തീട്ടം തിന്നി. നീ മറ്റേ ഇങ്ങനെ ഉണ്ടാക്കിയ കാശ്, ഞങ്ങളിലേക്ക് വിറ്റുണ്ടാക്കിയ കാശ് നീ കെട്ടിയോൾക്കും നിന്റെ അനിയനിക്കും നിന്റെ ഉമ്മാക്കും നിന്റെ ഉപ്പാക്കും ഒക്കെ നീ കൊണ്ടു കൊടുക്കണ്ടല്ലോ തീട്ടം തിന്നാന്. അങ്ങനെ തീട്ടം നിന്നിട്ട് നിനക്ക് എന്താടാ കിട്ടുന്നത്? തീട്ടം തീനെ എവള് തീട്ടം തിന്നണം എന്ന് പറയണേ. എവരെയൊക്കെ വിറ്റല്ലേ തീട്ടം തിന്നണം. ഈ ഷെബീനാരെ വീഡിയോ തന്നെ എടുത്ത് അവളെ ചാനലിലൂടെ ഇട്ടായിരുന്നു. 2 വീഡിയോയും എടുത്തിട്ട് അത് നല്ല ഇതായല്ല, നല്ല വ്യൂ ആയല്ല. അത് കൊള്ളാമോ? ഷെബീനായ എന്തെല്ലാം വിളിക്കണ ചട്ടുകാലി, വിട്ടുകാലി, മട്ടുകാലി, തണ്ടുകാലി, വിണ്ടുകാലി വളഞ്ഞു കിടക്കണ മറ്റതാണ്, മോമ്പൊന്തനാണ്, ചക്കനാണ്, ചത്തനാണ്, തടവനാണ്, മുന്തനാണ്. എനിക്കൊന്നും അറിഞ്ഞൂടാ എന്തരൊക്കെയാണ് വിളിക്കണേന്ന് ചോദിച്ചാൽ ഈ കുട്ടിക്ക് തന്നെ അറിഞ്ഞൂടാ. വായി തോന്നുന്നത് അത്രയും ഈ ഷെബീനായ വിളിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഷെബീന പ്രതികരിക്കണത്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ ഷെബീനായ ഇപ്പം പറഞ്ഞിട്ടില്ല ദുബായിൽ വിറ്റ് നടക്കണം. അതെന്തരാണ് വിൽക്കണേന്ന് ഞാൻ പറയുന്നില്ല, എനിക്കത് പറയാത്തിരി അറപ്പുണ്ട്. ദുബായിൽ വിറ്റ് നടന്നെന്നും അവിടെ അഴുക്ക സ്വഭാവം വരുന്നെന്നും എന്തോ പറയണേ. ഇപ്പം എന്താ കേസിനെ പറയണു. വീട്ടില് കക്കൂസ് ഉണ്ടെങ്കിൽ അതിന് തീട്ടം വാരി തിന്നല്ലേ നിനക്ക് നല്ലത്, അല്ലാതെ നിനക്ക് നല്ലതല്ലല്ലോ. കക്കൂസിലെ തീട്ടം വാരി തിന്നാൻ കേസിൻ്റെ അടുത്ത് ഇവളെ കണ്ടന്റ് വെച്ച്, ഷാജിദാരെ കണ്ടന്റ് വെച്ച് കേസ് ക്യാഷ് ഉണ്ടാക്കണം എന്ന് പറയണ്. ഇവള് ആളുകളെ കണ്ടന്റ് വെച്ചല്ലേ ക്യാഷ് ഉണ്ടാക്കണത്. ഈ ഓരോരുത്തരെ ഇരുന്ന് കുറ്റം പറഞ്ഞിട്ടല്ലേ ക്യാഷ് ഉണ്ടാക്കണത്. ഇപ്പം തന്നെ കേസിൻ്റെ കാര്യം കുറ്റം പറയുന്നുണ്ട്. കുറ്റം എന്താ? ഇനിയിപ്പോൾ ഫുള്ള് കുറ്റം പറച്ചിലാണ്. കുടുംബത്തിൽ കയറിയ കേസിൻ്റെ വീട്ടിലെ എല്ലാരെ കുറിച്ചും ഇതാ കുറ്റം പറയുന്നുണ്ട്. സ്വന്തം കണ്ടന്റ് ഇവനിക്ക് സ്വന്തമായിട്ടൊരു കണ്ടന്റ് ഇല്ല. അതിന് ഞാൻ നിനക്ക് പറഞ്ഞുതരാണ് വഴി. നിന്റെ കെട്ടിയോളില് കൂടെ കിടക്കണത് നീ വീഡിയോ ആയിട്ട് അങ്ങോട്ട് ഇട്ടുക. അടിപൊളി റീച്ച് ആയിരിക്കും നിനക്ക് കിട്ടാൻ പോകുന്നത്. നിന്റെ കെട്ടിയോളെ കൂടെ നീ കിടക്കണില്ലേ? ഡെയിലി കിടക്കണ്ടോ, അതോ ആഴ്ചയിൽ പോയി കിടക്കണ്ടോ, മാസത്തിൽ പോയി കിടക്കണ്ടോ എന്ന് എനിക്കറിയില്ല. ആ കിടക്കണ വീഡിയോ നീ കണ്ട് ലൈവായിട്ട് ഇടുക. അല്ലെങ്കിൽ നീ വീഡിയോ എടുത്ത് വെക്കുക, റെക്കോർഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം നീ അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. കെട്ടിയോളുമായിട്ടുള്ള അതെനിക്ക് അതും പറയാൻ ബുദ്ധിമുട്ടുണ്ട്, ഞാൻ പറയുന്നില്ല. 1 മില്യൺ 2 മില്യൺ നല്ല മില്യൺ കണക്കിന് കയറും. എന്നിട്ട് നീ കാശ് ഉണ്ടാക്കിയിട്ട് തിന്നറായി. അല്ലെങ്കിൽ നിന്റെ ഉമ്മാനെ നിന്റെ കെട്ടിയോളിനെ ആരുടെങ്കിലും വെച്ച് ചെയ്താൽ മതി. നല്ല പൈസ ഉണ്ടാക്കാം നിനക്ക്. നല്ല അടിപൊളിയായിട്ട് കേസിന്റെ ഉമ്മായെ വിളിച്ച് കെട്ടിയോളിനൊക്കെ ആവുമ്പോ അടിപൊളിയായിട്ട് കയറും. നല്ല നിനക്ക് ഡോളർ വന്നോണ്ടേയിരിക്കും. നിന്റെ അക്കൗണ്ടിൽ ഡോളർ വന്നോണ്ടേയിരിക്കും. നിനക്ക് ലക്ഷങ്ങൾ നേടാം. ലക്ഷങ്ങളല്ല, കോടികൾ നേടാം. നിന്റെ കെട്ടിയോളുടെ കൂടെ കിടക്കണത് വീഡിയോ ഇടുക. എന്നിട്ട് ഞങ്ങളെന്ന് വെച്ചിട്ട് തിന്നാണ്ടാക്കണതല്ലേ അതിനെക്കാളി നല്ലതാണ്. പിന്നെ കേസ് കെട്ടിയോളെ കൂടെ അല്ലാതെ പിന്നെ ആരെ കൂടെയാണ് നിക്കണത്? അതെടുത്ത് വീഡിയോയിൽ ഇടായി. അത് അത്രയും ഒരു ഇതുള്ള ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേസ്.
കെട്ടിയോളെ വെച്ചിട്ട് വേറെ തരമൊക്കെ എടുത്ത് വീഡിയോ ഇടുന്നത്. അത് ചിലപ്പോൾ ഷാജിദ എടുത്തിട്ടെന്നിരിക്കും. നിനക്ക് ആ ഒരു റീച്ച് കിട്ടും. കെട്ടിയോള് ഇപ്പൊ എന്തായാലും 4 മാസം പുതുക്കാണ്, പുതുമോടികളാണ്, പുതു ദമ്പതികളാണ്. അതുകൊണ്ട് നീ ഉണ്ടാക്കും. നീ കാസർഗോഡ് പണിയെടുത്താലും കണ്ണൂര് പണിയെടുത്താലും നീ ഏത് കല്യാണം കഴിച്ചത് കേസ് കല്യാണം കഴിച്ചത് 4 മാസമേ ആയുള്ളൂ. അപ്പം പുതുമോടിയാണ്. അത് എന്തിന് ഈ ഷാജിദ അസൂയപ്പെട്ടിട്ട് എന്തൊരു കാര്യം? ഒരു കാര്യവും ഇല്ല. ഭൂലോകത്ത് പണിയെടുത്താലും എനിക്ക് നിന്നോട് പറയാനുള്ളത്, കെട്ടിയോളുടെ അടുത്ത് എങ്ങനെ, അല്ലെങ്കിൽ കെട്ടിയോള് കൂടെ ഉണ്ടാവായിരിക്കും, എന്തെങ്കിലും ഉണ്ട്. ഇവർക്ക് വിളിക്കുമ്പോൾ ഇവന്റെ ഫ്രണ്ട്സുകൾ അല്ലെങ്കിൽ ഇവന്റെ ക്ലിനിക്കിൽ ആരാണോ പണിയെടുക്കുന്നത് അവന്മാരാണ് ഫോൺ എടുക്കുന്നത്. ഫോൺ എടുത്താ ഇവൻ ആ നാറിക്ക് ഫോൺ എടുക്കാൻ വയ്യ. ആ നാറി ചെറ്റ അവൻ റൂമിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് 4 ചുമരിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് അവൻ വീഡിയോ. എടാ നീ കേസ് അറുചെറ്റയെ ഫോൺ വിളിച്ചാൽ എടുക്കണത് കൂട്ടുകാരാണെന്ന്. എവളെന്തിനു സ്ഥിരം ആ പാവപ്പെട്ട എവിടെ എന്ന് ഏതോ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നതാണ്. അവനെ കിടന്ന് മേനക്കെട്ട് വിളിയെന്ന്. ജോലിക്ക് പോകാനും സമ്മതിക്കൂല. ഇതെന്തൊരു ഉച്ചാന്തോ. പുറത്തിറങ്ങണ നാറി, പുറത്തിറങ്ങിയിട്ട് നീ കളിക്കട. നീ ആമ്പിള്ളേരെ അടുത്ത് കളിക്കട. നീ ആമ്പിള്ളേരെ അടുത്ത് കളിക്കേ. നീ ആണല്ല, നീ 2 കെട്ട സൈസാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ആ പെണ്ണിന്റെ ജീവിതേ തൊലഞ്ഞു. കെട്ടിയ പെണ്ണിന്റെ ജീവിതേ തൊലഞ്ഞു. അവൾ ഇതൊന്നും അറിയണ്ടാവില്ല. അവള് അറിയണ്ടാണോ വീഡിയോ ഇടുന്നത്? ആ നാറി പണിയെടുക്കുന്ന സ്ഥലത്ത് നിന്നാണല്ലോ ഈ വീഡിയോ ഇടുന്നത്. ആ പെൺകുട്ടി അതൊന്നും കാണുന്നുണ്ടാവില്ലായിരിക്കും. ഏത് പെണ്ണാണെങ്കിലും അതിന്റെ ജീവിതം തൊലഞ്ഞു. പിന്നെ നീ ഇടുന്ന വീഡിയോസിനൊക്കെ നിനക്ക് 4 ലക്ഷം 3 ലക്ഷം ഷാജി അങ്ങനെ തൊള്ള തുറന്നാലേ നിനക്ക് 4 ലക്ഷം 3 ലക്ഷം. ഓ, അതാണ് ഷാജിദാരെ പ്രശ്നം. കേസ് ഇടുന്ന വീഡിയോയ്ക്ക് 4 ലക്ഷം 5 ലക്ഷം ഒക്കെ വ്യൂ കിട്ടുന്നതാണ് ഇപ്പം ഷാജിദാക്ക് പ്രശ്നം. ഷാജിദായും ഉണ്ടാക്കുന്നല്ലോ, ആളുകളെ വിറ്റ് കണ്ടന്റ് ഉണ്ടാക്കുന്നല്ലോ. ഇപ്പം തന്നെ ഷെബീനായ എന്തെല്ലാം പറഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കി എന്തുമാത്രം വ്യൂ കയറ്റി. അതുപോലെ തന്നെ അപ്പം ഈ ഷാജിദാക്ക് മാത്രം എന്ത്? ഷാജിദ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന കാര്യങ്ങൾ ആരെങ്കിലും എടുത്ത് അതിനെ വീഡിയോ ചെയ്യുമെങ്കിൽ ഷാജിദാക്ക് അങ്ങ് പൊള്ളിപ്പോവും. എന്തിനാടെ ഈ പെണ്ണുങ്ങളുടെ പ്രാക്കല്ലേടാ നീ വലിച്ചു കയറ്റുന്നത്? എത്രയോ പെണ്ണുങ്ങളുടെ പ്രാക്കാടാ നീ വലിച്ചു കയറ്റി തിന്നുന്നത്. ഇതൊക്കെ നീല്ലേ ലാസ്റ്റ് നിന്റെ ക്യാൻസർ സെന്ററിലാണല്ലോ നീ ഇതാക്കുന്നത്. അതേപോലെ ക്യാൻസർ വന്ന് ചാവാനേ നീയുള്ളൂ. നീ അതേപോലെ ഒരു ക്യാൻസർ വന്ന് ചത്ത ഒടുങ്ങാനേ ഉള്ളൂ. അയ്യോ, കേസിന് ക്യാൻസർ പിടിക്കുമെന്ന് പറഞ്ഞാൽ ക്യാൻസർ സെന്ററിലാണ് കേസ് ജോലി ചെയ്യണ. അപ്പോഴ് പറഞ്ഞിട്ടോ നിനക്ക് ക്യാൻസർ പിടിക്കൂടാന്ന്. നിനക്കും നിന്റെ കെട്ടിയോക്കും ഉമ്മാക്കും എല്ലാവർക്കും ക്യാൻസർ വന്ന് ഒടുങ്ങുമെന്ന് പറയണ നോക്ക്. ചിലപ്പം തിരിഞ്ഞു പലിച്ചാലാ? ആ പറഞ്ഞ നാക്കിൽ തിരിഞ്ഞു പലിച്ചാൽ എന്ത് ചെയ്യും? ഇപ്പം പറഞ്ഞ വാക്ക് ആ കേസിൻ്റെ ഉമ്മായ വരെ വിളിച്ച്, പിന്നെ സ്വന്തം തള്ളേ വരെ കേസിൻ്റെ ഉമ്മായ വിളിച്ചിരിക്കുന്നു. കേസിൻ്റെ ഉമ്മാക്കും ഭാര്യയ്ക്കും ക്യാൻസർ പിടിക്കുമെന്ന്. ആരും ശാപം കേസിനെ ഏൽക്കൂല എന്ന് പറഞ്ഞാൽ ആരും കേസിനെ കുറിച്ച് ആരും ഒന്നും പറഞ്ഞിട്ടില്ല, റിയാക്ട് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഈ പറയണ ഫുള്ള് ഷാജിയാണ്. കേസിന് കണ്ടന്റ് ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം, കേസിൻ്റെ ഉമ്മായെ വെച്ചിട്ട് ചെയ്യണം, ഭാര്യയെ വെച്ചിട്ട് ചെയ്യണം, ഒരു അനിയനെ വെച്ചിട്ട് വീഡിയോ ചെയ്യണം. അങ്ങനെ ഫുള്ള് ഷാജിദ ലൈവിൽ ചീത്ത വിളിയായിരുന്നു. അതിന് ഒരുപാട് പേര് കമൻറ്റ് ഇടുന്നുണ്ട്, അങ്ങനെ വിളിക്കരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാ ജനങ്ങളും ഇങ്ങനെ ഈ ഷാജിദാരെ ചീത്ത വിളി കേൾക്കാനാണ് കൂടുതലും കയറണം. അല്ലാതെ ഷാജിദ ഇപ്പം നല്ല വീഡിയോ ചെയ്യുന്നുണ്ട്, അങ്ങനെ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല, ലൈവിൽ കയറിയിരിക്കും ഇതുപോലെ ആളുകളെ ചീത്ത വിളിക്കുന്നുണ്ട്. അങ്ങനെ ചീത്ത വിളിക്കാൻ കൊള്ളാമോ കുട്ടി? അങ്ങനെ വിളിക്കരുത് കേട്ടോ. ഒരുപാട് പേര് ഉപദേശിക്കുന്നുണ്ട്, ഷാജിദ മക്കളടുത്തുണ്ട് ചീത്ത വിളിക്കരുത്. ഈ ചീത്ത വിളിക്കുക ആളുകളെ ഒന്നും പറയാതിരിക്കാൻ വേണ്ടിയാണ് ഈ ആ ജനങ്ങളെടുത്തിട്ട് ആളുകളെടുത്തിട്ട് റിയാക്ട് ചെയ്യണത്. എന്നിട്ട് പോലും ഈ പെൺകുട്ടി വീണ്ടും ഈ കുടുംബത്തിലുള്ളവരെയും ഉമ്മായെയും വാപ്പായെയും ഫുള്ളിരുന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയാൻ കൊള്ളാമോ? കെട്ടിയോനും കേസിൻ്റെ അനിയനും കെട്ടിയോനും ഉമ്മായും എല്ലാവർക്കും കേസ് ഒരേ ചാനൽ തുടങ്ങി കൊടുക്കാനാണ് പറയണത്. നല്ല കാര്യമാണ് കുട്ടി പറഞ്ഞു തരണം. പിന്നെ ഇടയ്ക്ക് ഉമ്മായെ ചീത്തയും വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഉമ്മാക്ക് ക്യാൻസർ വരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ അത് തിരിഞ്ഞ് വലിച്ചുകൂടാ എന്നില്ല. ഷാജിദ ഒന്ന് ഓർമ്മിക്കുക. എനിക്കിത് പറയണമെന്നൊന്നും എനിക്ക് തോന്നിയില്ല. ഇത് ഈ ചീത്തവിളി, ഈ ലൈവിലുള്ള ചീത്തവിളി കാരണം സഹിക്കാൻ വയ്യാതെയാണ് ഞാൻ വന്നത്. ഇല്ലെങ്കിൽ ഞാൻ വരൂലായിരുന്നു. ലൈവ് കോമഡി ആയിരുന്നു, നല്ലതുപോലെ പറഞ്ഞിട്ട് പോയ ഷാജിദയാണ് മുമ്പ്. ഇപ്പം വന്നിട്ട് വീണ്ടും ചീത്ത വിളി തുടങ്ങി. പൊന്നുമോളെ ഷാജിദ ചീത്ത വിളിക്കണത് എന്തിന്? നാക്കെടുത്താൽ ഫുള്ള് ചീത്തയാണല്ലോ ആയി തോന്നണതാണ് ഇരുന്ന് വിളിച്ച് പറയണത്. ഇത് കേട്ട ആരും സഹിക്കൂല. പിന്നെ ഇതൊക്കെ പറയണേട്ട് ജിനുവിൻ്റെ കാര്യമോ ഷെബീനായ അങ്ങോട്ട് ഇട്ട് കൊടുത്തെന്നായി. എനിക്കൊന്നും അറിഞ്ഞൂടേ എന്തരൊക്കെയാണ് എന്തോ ഈ കൊച്ചു പറയണത്. അതിന് പറഞ്ഞിട്ട് കാര്യമില്ല.
നീ തന്നെ ഓരോന്നിരുന്ന് പറയണത്. എന്നിട്ട് എന്തിനാണ് ആൾക്ക് ലൈവ് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ലൈവ് കാണാറി നീ വീഡിയോ ചെയ്യാറില്ല, ഈ ഫുള്ള് ലൈവിലാണ് ഇരുന്നത് കണക്കുള്ള പ്രവർത്തികൾ പറയണത്. ആ കുട്ടികൾ കേട്ട് പഠിക്കും. നിൻ്റെ ഈ സ്വഭാവം മാറാൻ വേണ്ടിയിട്ടാണ് ആളുകൾ നിന്നെ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യണത്, വേറെ ഒന്നുമല്ല. അപ്പം നീ നിൻ്റെ കാര്യം നോക്കി മുന്നോട്ട് പോവുക. ബിസിനസ്സായിരുന്നാലും എന്തായിരുന്നാലും അതിൻ്റേതായ രീതിക്ക് മുന്നോട്ട് പോവുക. പറയാനോ നമുക്കിങ്ങനെയൊക്കെ പറഞ്ഞു തരാൻ പറ്റൂ, പക്ഷേ അത് അനുസരിക്കണില്ല. എന്ത് ചെയ്യാൻ പറ്റും?